ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുന്നു. ഇന്നലെ 90,000-ന് മുകളിൽ ഭക്തർ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ നട തുറന്നതു മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് സന്നിധാനത്തുള്ളത്. MG പ്രതീഷാണ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സന്നിധാനത്ത് പതിവ് പോലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം 97,000 ആയിരുന്നു, ഇന്നലെ അത് 90,000 ആണെന്ന് മനസ്സിലാക്കുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? മാത്രമല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നല്ലോ, അതൊക്കെ ഫലത്തിൽ വന്നു തുടങ്ങിയോ? പ്രവിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കൃത്യമായ നിയന്ത്രണങ്ങളോടെ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് പോവുകയാണ്. വലിയ തീർത്ഥാടന തിരക്ക് ഓരോ ദിവസവും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ 90,000-ന് മുകളിൽ തീർത്ഥാടകർ അയ്യപ്പ ദർശനം നടത്തിയെന്നതാണ് ഔദ്യോഗികമായ കണക്ക്. അല്പസമയത്തിനകം പോലീസ് പുറത്തുവിടും. ഇതിന് തൊട്ട് ദിവസം 97,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. അങ്ങനെ മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ നേരത്തെ ഒന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള തീർത്ഥാടകരുടെ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യ തീർത്ഥാടകർക്കില്ല. പരമാവധി 2-3 മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യപ്പ ദർശനം സാധ്യമാകുന്നുണ്ട്. രാവിലെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നത് മുതൽ വലിയ നടപ്പന്തലിൽ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. 18-ാം പടിക്ക് താഴെയും തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. ഈ സന്നിധാനത്ത് ചെറിയ ഒറ്റപ്പെട്ട മഴയുണ്ട്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയിലും തീർത്ഥാടകരുടെ വരവിൽ കുറവില്ല. പമ്പയിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകർ രാവിലെ മുതൽ എത്തുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടു കൂടിയാണ് ഈ തിരക്ക് കൃത്യമായി പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5,000-ൽ താഴെ തീർത്ഥാടകർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ ആ ദിവസങ്ങളിൽ എത്തിയില്ലെങ്കിൽ ആ എണ്ണം കൂടി സ്പോട്ട് ബുക്കിംഗിലേക്ക് അനുവദിച്ചാണ് ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ 12 വിളക്കായിരുന്നു ശബരിമലയിൽ. സാധാരണ ആദ്യ ഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ മണ്ഡലകാലം മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം ചില മാറ്റങ്ങൾ ഉൾപ്പെടെ സന്നിധാനത്ത് വരാൻ പോവുകയാണ്. ഈ ചൊവ്വാഴ്ച മുതൽ കേരളീയ സദ്യയാണ് ഈ സന്നിധാനത്ത് വിളമ്പുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം തിരുവനന്തപുരത്ത് നടക്കും. ആ യോഗത്തിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിത, ക്രിസ്റ്റീന. MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.